ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ്, ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചാനലിൽ ഇടാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. പക്ഷെ നമ്മൾ അന്നേരം ഇട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ആണ്. നമ്മളന്ന് എന്ത് സോപ്പ് ഉണ്ടാക്കിയത്, ബീറ്റ്റൂട്ടോ തക്കാളിയോ ബീറ്റ്റൂട്ടോ ഏതാണ്ടാണ്. അപ്പം ഞാൻ വീഡിയോ ഏതിൻ്റെയാണെന്ന് അറിയാത്തതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 2-3 തക്കാളി വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്, ബീറ്റ്റൂട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ബീറ്റ്റൂട്ടാന്ന് തോന്നുന്നു വീഡിയോ എടുത്തിരിക്കുന്നത്, വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അത് ഞാൻ വിചാരിച്ചു ഇപ്പോൾ എഡിറ്റ് ചെയ്തിടാമെന്ന്. അപ്പോൾ അതിന് ഇൻട്രോ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഇൻട്രോ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം ഇന്ന് നമ്മൾ ബീറ്റ്റൂട്ട് സോപ്പ് ഉണ്ടാക്കുന്ന, വീട്ടിൽ തന്നെ ബീറ്റ്റൂട്ട് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. നമ്മൾ ആ സമയത്ത് ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ബീറ്റ്റൂട്ട് സോപ്പ്. പിന്നെ എന്തൊക്കെ ഉണ്ടാക്കി, തക്കാളി സോപ്പ് ഉണ്ടാക്കി, കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത്രയും സോപ്പുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നോമ്പൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളൊന്ന് അത് താത്തു വെച്ചു. നമ്മൾ വീണ്ടും തുടങ്ങുന്നുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ ചെയ്ത കുറച്ച് സോപ്പ്, അതായത് ബീറ്റ്റൂട്ട് സോപ്പിൻ്റെ കുറച്ച് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്നലെ ഞാൻ എന്തിനും ഗാലറിയിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒന്നാമതേ കണ്ടന്റ് ഇല്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എഡിറ്റ് ചെയ്തിടാമെന്ന്. അങ്ങനെ ഞാൻ അതിന് ഇൻട്രോ പറയാൻ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹോം മെയ്ഡായിട്ട് ബീറ്റ്റൂട്ട് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു നമ്മുടെ സിമ്പിളായിട്ടുള്ള ബീറ്റ്റൂട്ട് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബീറ്റ്റൂട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, നല്ല വലിയൊരു ബീറ്റ്റൂട്ടാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞ് സെറ്റാക്കി എടുക്കണം. നല്ല രീതിയിൽ അത് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് തൊലി കളഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ ഞാനങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ബീറ്റ്റൂട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒരു ചോപ്പറിനകത്തോട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലൊരു ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും നമുക്ക് കറിക്ക് കുക്കിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് സവാളയും ഇതുപോലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൈ കൊണ്ട് തന്നെ നമുക്ക് കൊത്തി പിടിച്ച് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ബീറ്റ്റൂട്ട് ചോപ്പറിനകത്തോട്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ് കേട്ടോ. സിമ്പിൾ ഒരു ഇതാണ്. അപ്പോൾ ഞാനങ്ങനെ ബീറ്റ്റൂട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടു, നല്ല ചെറിയ പീസായിട്ട് തന്നെ നല്ല വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്കത് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ നേരത്തെ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കണ്ടൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പം ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ എനിക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ബീറ്റ്റൂട്ട് ഫുള്ള് ഞാനിങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചോപ്പ് ചെയ്ത ബീറ്റ്റൂട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ശകലം അരയാൻ വേണ്ടി മാത്രം ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് ലൂസി ആയി പോകരുത്, വെള്ളം ഒരുപാടായി പോകരുത്. നമുക്ക് ജസ്റ്റ് ഒരു നനവ് മതി. അങ്ങനെ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. അപ്പം നല്ല കളറാണ്, നിങ്ങൾക്ക് കാണാൻ തുണിയിലൊക്കെ തന്നെ നന്നായിട്ട് സ്റ്റെയിൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ നീര് ഫുള്ള് നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളിങ്ങനെ പിഴിഞ്ഞെടുക്കട്ടെ. അപ്പോൾ കൈയൊക്കെ കണ്ടോ, നല്ല ചോര കളറിൽ നമുക്ക് നല്ല ഈ ബീറ്റ്റൂട്ടിൻ്റെ സോപ്പ് നമുക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാട്ടോ. ബീറ്റ്റൂട്ട് നമ്മുടെ സ്കിൻ കെയറിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ഐറ്റമാണ് ബീറ്റ്റൂട്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ബീറ്റ്റൂട്ടിൻ്റെ സോപ്പ് എന്തായാലും നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആവും.
അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല സൂപ്പറായിട്ട് നല്ല കളർ കേട്ടോ. എനിക്കത് ഇതിൻ്റെ ഭയങ്കരമായിട്ട് കളർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് അതിന് നീര് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. അതൊരു 1 2 ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബീട്രൂട്ട് ജ്യൂസിനകത്തോട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് ആ ഒരു വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ജസ്റ്റ് ഓയിലി, ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിനും ഭയങ്കര ഓയിലി ടെക്സ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓയിൽ നന്നായിട്ട് നമ്മുടെ ജ്യൂസിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവിയോണിൻ്റെ ടാബ്ലറ്റ് ആട്ടോ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോപ്പിൻ്റെ നമ്മുടെ സോപ്പ് ബേസ്, ഗ്ലിസറിൻ സോപ്പ് ബേസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് നല്ല ചെറിയ പീസാക്കി നമുക്ക് മെൽറ്റായി കിട്ടാൻ എളുപ്പത്തിനായിട്ട് കുഞ്ഞ് പീസസ് ആക്കുന്നത്. അപ്പോൾ നമ്മളതിന് കുഞ്ഞ് പീസസ് ആക്കി എടുക്കുകയാണ്. വളരെ സിമ്പിളാട്ടോ നമുക്ക് സോപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ക്ഷമ കുറവായതുകൊണ്ടാവും എനിക്ക് അത് നമ്മളിങ്ങനെ സോപ്പ് സെറ്റാവാൻ വെക്കുന്നു എനിക്കിങ്ങനെ അയ്യോ അതിങ്ങനെ എടുക്കാനുള്ള ആ ഒരു ത്രില്ലിലായിരുന്നു ഞാൻ. അത് ഞാനിങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നതായിട്ട് തോന്നത്തില്ലല്ലോ. അപ്പം എനിക്കങ്ങനെ ഇങ്ങനെ ആവുന്നില്ലല്ലോ, സമയം പോകുന്നില്ലല്ലോ എന്നിങ്ങനെ ഒരു ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ, അതെങ്ങനെ വരും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഗ്ലിസറിൻ ബേസൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ ഇത് ചെയ്തപ്പോൾ അങ്ങനെയുള്ള ക്യൂരിയോസിറ്റി ഒന്നും ഇല്ലാതെ കേട്ടോ, കാരണം 2-3 വട്ടം ഞങ്ങൾ ചെയ്തു. അപ്പോൾ അത്രയും സമയം മീൻസ് അത് ഒന്ന് സെറ്റായി കിട്ടാൻ ഉള്ള സമയം വേണം. അത്രയും വെയിറ്റ് ചെയ്തേ പറ്റും. കാരണം നമ്മൾ പകുതി സെറ്റായിട്ടൊന്നും എടുത്തു കഴിഞ്ഞിട്ട് സോപ്പ് റെഡിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം വെച്ചേ പറ്റുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ ആദ്യത്തെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉള്ളായിരുന്നു, ആ ഒരു വെയിറ്റിംഗ് ഒക്കെ. പിന്നെ നമ്മൾ കറക്റ്റ് എപ്പോഴും പോയി നോക്കലൊന്നുമില്ല. അല്ല, തുടക്കത്തിലൊക്കെ നിങ്ങൾ ആയോ ചുമ്മാ ഒരു ഇതില്ലാതെ പോയി നോക്കുമായിരുന്നു. പിന്നെ അങ്ങ് ഓക്കെ ആയി. അപ്പം അങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസാക്കി വെച്ച ഗ്ലിസറിൻ ബേസ് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫുഡ് കളർ. അപ്പോൾ ഞാനൊരു ടൈഗറിൻ്റെ ഒരു ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പൗഡർ രൂപത്തിലുള്ള ഒരു കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് കുറച്ചെടുത്ത് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസിൽ റെഡ് കളർ മിക്സ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഇനി തോന്നിയിട്ടില്ല. ഞങ്ങൾ കളർ യൂസ് ചെയ്യാണ്ട് ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ സോപ്പ് ആയി വരുമ്പോൾ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാവും എന്നറിയില്ല. പക്ഷേ ഇങ്ങനെ ഈ ജ്യൂസിൽ മിക്സ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും തോന്നിയില്ല. കാരണം ബീട്രൂട്ട് ജ്യൂസിന് ഓൾറെഡി നല്ല ബ്ലഡിൻ്റെ കളർ പോലൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. എന്നിട്ട് നമ്മൾ ആ ജ്യൂസ് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഗ്ലിസറിൻ ബേസ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അത് തിളച്ചതിന് ശേഷം വേറൊരു പാത്രം നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു ഗ്ലിസറിൻ ബേസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് കണ്ടോ, നമ്മൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ ഇളക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്ലിസറിൻ ബേസ് മെൽറ്റായി വന്നപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആ ഒരു ചൂടോടെ തന്നെ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ബീട്രൂട്ട് ജ്യൂസിനകത്ത് നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് അതിനകത്ത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്, ഫുഡ് കളർ ഇത്രയായിട്ട് ചേർത്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബീട്രൂട്ട് ജ്യൂസ് നമുക്കൊരു ഗ്ലിസറിൻ ബേസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറാം കേട്ടോ. ആ ഒരു ചൂടോടെ തന്നെ തണുക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഗ്യാസിൽ നിന്ന്, അതായത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ അത് വെളിയിലെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ
കുറച്ച് അത്തറാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ, നമുക്ക് ഇഷ്ടമുള്ള മണം ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള മണം ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ സോപ്പ് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ 4 ഷേപ്പിലുള്ള മോൾഡാട്ടോ. അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാം വെച്ചിട്ടുള്ള സോപ്പ് ബേസാണ്. അപ്പോൾ ആ 4ാമത്തേൽ ഫുള്ള് കവറായിട്ടില്ല. അത് നമ്മൾ ഇതാണ്ടേ ഇത് നമ്മൾ അതിന് മുകളിലുള്ള ആ ഒരു പതയൊക്കെ ജസ്റ്റ് മാറ്റി കൊടുക്കുകയാണ്. അത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് സൈഡൊക്കെ തുടച്ചു കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് വന്ന് നോക്കണം. അപ്പം മുകൾ ഭാഗം ഇങ്ങനെ ബിളബിള ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു ഇതാണെങ്കിൽ നമ്മൾ എടുക്കരുത്. പിന്നെ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ആയതിനു ശേഷം പെട്ടെന്ന് പൊക്കി എടുക്കരുത്. കുറച്ച് നേരം കൂടി ഇരിക്കാനൊക്കെ, എത്രത്തോളം നമ്മൾ വെക്കുന്നോ അത്രത്തോളം നമ്മുടെ സോപ്പ് നന്നായിട്ട് കട്ടിയാവും. അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തരപ്പെടുകയും പതയൊക്കെ മാറ്റി കൊടുത്തു. ഇനി സൈഡൊക്കെ ജസ്റ്റ് തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് നോക്കുകയാണ്. ഭയങ്കര ഇതായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല മണവും നല്ല പതയും ഒക്കെ ഉള്ള നല്ല സോപ്പായിരുന്നു. നല്ല മണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട ബീറ്റ്റൂട്ട് സോപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കറ്റാർവാഴയുടെയും തക്കാളിയുടെയും ഒക്കെ സോപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഇടുന്നതായിരിക്കും. ഇതുപോലെ തന്നെ സിമ്പിളാട്ടോ അതും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുക, അപ്പോൾ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ നമ്മൾ ബീറ്റ്റൂട്ട് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.